അങ്ങനെ കന്നാസും കടലാസും പോകും പോലെ ഇവർ രണ്ടാളും ഈ ആടിപ്പാടി എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്. ഈ വയലിൻ്റെ നടുവിലൂടെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇവർ ഈ ഓടിപ്പോയത് ഈ കുഞ്ഞി കടയിലേക്കാണ് കേട്ടോ. ഇതുള്ളത് വെള്ളിയൂരിലെ വയലപ്പീടിയ എന്ന് പറയുന്ന കടയാണ്. വളരെ കാലമായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന കട. ഈ പച്ചപ്പരിപ്പ് വട ഈ പച്ച വയലിൻ്റെ നടുക്കുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായയും വടയൊക്കെ വാങ്ങി ഞങ്ങൾ ആ തിരക്കിൽ നിന്ന് മാറി കുറച്ച് പ്രകൃതിയോട് ഇണങ്ങി നിന്ന് കുടിക്കാൻ വേണ്ടി ചെറുതായിട്ട് അവിടെ നിന്ന് നടന്നു വരികയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ വടയും ചായയൊക്കെ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. സത്യത്തിൽ നല്ല രസമുണ്ട്. നല്ല ചായയും നല്ല വടയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നീ കാണുന്ന തിരക്കൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഒരു ജാതിക്കുള്ള ആളുകൾ തന്നെ ഈ ഫുട്പാത്തിലുണ്ടായിരുന്നു. അങ്ങനെ അത്രയും തിരക്കായതിനെ കൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്ന് കുറച്ച് തിരക്ക് ഒഴിഞ്ഞത് കണ്ട സമയത്ത് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന്. എന്ത് ഭംഗിയാണ് ഈ വയലൊക്കെ കാണാനല്ലേ. ഇന്ന് സത്യത്തിൽ ഈ വയലൊക്കെ നികത്തി വീടൊക്കെ വെച്ച് കെട്ടിടങ്ങളൊക്കെ ആവുന്ന സമയത്ത് ഈ പ്രകൃതി ഭംഗിയൊക്കെ നമുക്കൊന്നും ആസ്വദിക്കാൻ കിട്ടുന്നൊരു കാര്യമല്ലല്ലോ. ഇവർ രണ്ടുപേരും കുടിക്കുന്ന എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അടിപൊളിയായിരുന്നു. അങ്ങനെ ചെറിയ കാലത്തെ എൻ്റെ ആങ്ങളുടെയൊക്കെ വളരെ നൊസ്റ്റാൾജി ആയിട്ടുള്ള സാധനമായിരുന്നു ഈ പുളി. ഞങ്ങൾ എപ്പോഴും സ്കൂളിൽ പോയി വരുന്ന വഴിക്ക് ഞങ്ങളിതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടായിരുന്നു വരിക കേട്ടോ. അതുപോലെ തന്നെ അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കാവുന്തറ മൊച്ചാടയ്ക്ക് നടന്നു പോകുന്ന സമയത്ത് ഇതൊക്കെ വാങ്ങി കഴിച്ച് രുചിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ അവിടേക്കുള്ള യാത്ര. അങ്ങനെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ ഈ പുളിയിലുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ പുളിയൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഈ വയലിൻ്റെ നടുവിലൂടെ വീണ്ടും നടന്നു വരികയാണ്. എന്തായാലും നിങ്ങൾ കോഴിക്കോടുകാരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫാമിലിയായിട്ട് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ.